തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച എൽദോസ് കുന്നപ്പള്ളി MLA സിറ്റിംഗ് സീറ്റായ പെരുമ്പാവൂരിൽ നിന്ന് തന്നെ മത്സരിക്കണമെന്നും പാർട്ടി എടുക്കുന്ന തീരുമാനത്തോടൊപ്പം നിൽക്കുമെന്നും എൽദോസ് കുന്നപ്പള്ളി 24-നോട്. എൽദോസ് ഇക്കുറി കോൺഗ്രസ് സീറ്റ് നിഷേധിക്കുമെന്ന അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നതിനിടയിലാണ് ഇദ്ദേഹത്തിന്റെ പ്രതികരണം. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ 10 വർഷമായി ഞാൻ പെരുമ്പാവൂരിൻ്റെ ജനപ്രതിനിധിയാണ്. അവിടുത്തെ ആളുകളുമായി വളരെ അടുത്ത ബന്ധവും ആഴത്തിലുള്ള സ്നേഹവും ഉണ്ട്. അതുകൊണ്ട് തന്നെ പെരുമ്പാവൂരിനോട് എനിക്ക് പ്രത്യേക ഇഷ്ടവും സ്നേഹവും ഉണ്ട്. അതുകൊണ്ട് തന്നെ പെരുമ്പാവൂർ മത്സരിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഒരു പാർട്ടി പ്രവർത്തനം എന്ന രീതിയിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന തീരുമാനം കൈക്കൊള്ളേണ്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയാണ്. പാർട്ടി പറയുന്ന തീരുമാനങ്ങൾ അനുസരിക്കും. നിതിൻ അംബുജൻ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നു. പറയൂ നിതിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്തായാലും എറണാകുളം ജില്ലയെ സംബന്ധിച്ചാണെങ്കിൽ കോൺഗ്രസ് വലിയ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു ജില്ലയാണ്. 14 നിയമസഭാ മണ്ഡലത്തിലും ജയിക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. ഇക്കുറി സിറ്റിംഗ് MLA-മാരെ തന്നെ കളത്തിലിറക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. അങ്ങനെ സിറ്റിംഗ് MLA-മാരെ കളത്തിലിറക്കുമ്പോൾ ഒരു MLA-ക്ക് മാത്രം സീറ്റ് നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും, അല്ലെങ്കിൽ അത്തരമൊരു ചർച്ചകൾ ഉണ്ടാകും എന്നുള്ളൊരു വിവരമാണ് പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ എൽദോസ് കുന്നപ്പള്ളിയെ മാറ്റാനുള്ള ഒരു ചർച്ചകളൊക്കെ തന്നെ ഒരു തലത്തിൽ നടക്കുന്നുണ്ട്. ഒരു ഭാഗം ആളുകളും നേതാക്കളോടൊക്കെ തന്നെ എൽദോസ് കുന്നപ്പള്ളിയെ മാറ്റണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാരണം ഒന്ന് ഗ്രൂപ്പ് സമവാക്യം പാലിക്കണം. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായി ഉയർന്നത് കഴിഞ്ഞ വർഷങ്ങളൊക്കെ തന്നെ, അല്ലെങ്കിൽ കഴിഞ്ഞ ഏതാണ്ട് 2 വർഷം മുമ്പ് എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ ഉയർന്ന ലൈംഗിക പീഡന പരാതി, ഈ ആരോപണത്തിലൊക്കെ തന്നെ ഇക്കുറി സീറ്റ് നിഷേധിക്കണം, അല്ലെങ്കിൽ എൽദോസ് കുന്നപ്പള്ളിയെ മാറ്റി നിർത്തണം എന്നൊരാവശ്യമാണ് ഒരു വിഭാഗം നേതാക്കളൊക്കെ തന്നെ ഉന്നയിച്ചിരിക്കുന്നത്. ഇതിനിടയിലാണ് എൽദോസ് കുന്നപ്പള്ളിയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. പെരുമ്പാവൂരിൽ തന്നെ മത്സരിക്കണമെന്നൊരു ആഗ്രഹമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ 1 വർഷം മുൻപ് തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള ഒരുക്കങ്ങൾ എൽദോസ് കുന്നപ്പള്ളി സ്വീകരിച്ചിരുന്നു. മണ്ഡലത്തിലാകെ ഗ്രാമയാത്ര എന്ന പേരിൽ പരിപാടികൾ സംഘടിപ്പിച്ച് സജീവമായി തന്നെ മണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ സീറ്റ് വീണ്ടും തനിക്ക് ലഭിക്കണമെന്നൊരു ആഗ്രഹം എന്തായാലും എൽദോസ് കുന്നപ്പള്ളിയെ പ്രകടിപ്പിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഇനി അഥവാ എൽദോസ് കുന്നപ്പള്ളിയെ മാറ്റുകയാണെങ്കിൽ മറ്റു പല പേരുകളിലും ഉള്ള ചർച്ചകളും ഇതിനകം തന്നെ കോൺഗ്രസ് തലത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. അതിലൊന്ന് മനോജ് മുത്തിയടൻ, അതോടൊപ്പം തന്നെ ഒരു ഘട്ടത്തിൽ DCC പ്രസിഡന്റായ മുഹമ്മദ് ഷിയാസിന്റെ പേരും പെരുമ്പാവൂരിൽ പരിഗണിക്കുന്നുണ്ട്. എന്തായാലും ചർച്ചകളൊക്കെ തന്നെ സജീവമായി തന്നെ നടക്കുകയാണ്. ഒരുപക്ഷെ സീറ്റ് നിഷേധിക്കപ്പെടുകയാണെങ്കിൽ ഈ പാർട്ടി തീരുമാനത്തൊപ്പം നിൽക്കുമെന്നൊരു പ്രതികരണമാണ് എൽദോസ് കുന്നപ്പള്ളിയുടെ ഭാഗത്തും വന്നിരിക്കുന്നത്. കൊച്ചിൻ, അതോടൊപ്പം തന്നെ വൈപ്പി അടക്കമുള്ള മണ്ഡലങ്ങളിലെ ഗ്രൂപ്പ് സമവാക്യം, മണ്ഡലങ്ങളിലെ സീറ്റിൽ ആളുകൾ പരിഗണിക്കുമ്പോൾ ഒരുപക്ഷെ ഗ്രൂപ്പ് സമവാക്യം തെറ്റാം. അങ്ങനെയാണെങ്കിൽ അത് പെരുമ്പാവൂരിനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്നൊരു ആലോചനയാണ് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ പെരുമ്പാവൂരിലെ സീറ്റ് ഒരുപക്ഷെ എൽദോസ് കുന്നപ്പള്ളിക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പേരുകളൊക്കെ തന്നെ പരിഗണനയിലുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ പറഞ്ഞ തന്നെ ഗ്രൂപ്പ് സമവാക്യത്തിനൊപ്പം നേരത്തെ ഈ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ ഉയർന്ന ലൈംഗിക പീഡന പരാതിയൊക്കെ തന്നെ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ വലിയ അതൃപ്തിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കുറി മാറ്റി നിർത്തണമെന്നൊരു ആവശ്യമാണ് ഒരുപാട് നേതാക്കൾക്ക് ഉള്ളത്. ഇതിനിടയിലാണ് ഇപ്പോൾ അദ്ദേഹം മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ട്, അല്ലെങ്കിൽ അത്തരമൊരു ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് എൽദോസ് കുന്നപ്പള്ളി രംഗത്ത് വന്നിരിക്കുന്നത്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.